തലശ്ശേരി ഫസൽ വധക്കേസിലെ തൊണ്ടി മുതൽ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ട സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണവും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചി CBI കോടതി അന്വേഷണത്തിന് ശുപാർശ ചെയ്യും. CPM നേതാവും തലശ്ശേരി MLAയുമായ കാരായി രാജൻ അടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ. രേഷ്മ ബാബു ചേരുന്ന വാർത്തയുടെ വിവരങ്ങളുമായി. രേഷ്മ, തലശ്ശേരി ഫസൽ വധക്കേസിലെ തൊണ്ടി മുതൽ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ട സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനായി കൊച്ചി CBI കോടതി അന്വേഷണത്തിന് ശുപാർശ ചെയ്യും എന്നും മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ? രോഹിണി, അശ്വതി, തലശ്ശേരി ഫസൽ വധക്കേസിൽ സാക്ഷി വിസ്താരത്തിനിടെയാണ് തൊണ്ടി മുതൽ നഷ്ടപ്പെട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത്. അതായത് ഈ സാക്ഷി വിസ്താരത്തിനിടെ തൊണ്ടി മുതൽ കൊണ്ടുവരാനായിട്ട് കോടതി തന്നെ നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ സീൽഡ് വെച്ച കവറിലുള്ള തൊണ്ടി മുതൽ ഈ പറയുന്ന കോടതി മുറിക്കുള്ളിൽ എത്തിയ സമയത്താണ് ഈ സീൽഡ് കവറിന്റെ നടുഭാഗം കീറിയ നിലയിലും അതിനുള്ളിൽ ഈ രക്തം മുക്കി, അല്ലെങ്കിൽ ഈ ഫസലിന്റെ തന്നെ രക്തം മുക്കിയെ അത് ഉപേക്ഷിക്കപ്പെട്ട തൂവാല കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നതും, എന്നിട്ട് അതിൽ ആ ടവൽ കാണാനില്ല എന്നും അതോടൊപ്പം തന്നെ എലി കരണ്ട് പോയതാകാമെന്നുള്ള ഒരു കുറിപ്പ് കൂടി ആ സീൽഡ് കവറിനുള്ളിൽ ഉണ്ടായിരുന്നു. എന്തായാലും തൊണ്ടി മുതൽ നഷ്ടപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആഭ്യന്തര തലത്തിലുള്ള അന്വേഷണത്തിലേക്കാണ് ഇനി കടക്കുക. ഈ ജുഡീഷ്യൽ ഓഫീസർമാർ അടങ്ങുന്ന സംഘമായിരിക്കും അന്വേഷണം നടത്തുക. ഇതിന് ഉത്തരവിടേണ്ടത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജാണ്. അതിനുള്ള നടപടികളിലേക്കാണ് ഇനി കടക്കേണ്ടത്. പ്രധാനമായിട്ടും ഈ തൊണ്ടി മുതൽ മനഃപൂർവ്വം മാറ്റിയതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷണത്തിലേക്കും കടക്കേണ്ടി വരും. ഈ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്നത്, അതിന് ചില രജിസ്റ്ററും അതിന്റെ നടപടിക്രമങ്ങളും ഒക്കെ തന്നെയുണ്ട്. തൊണ്ടി ക്ലർക്കാണ് ആ തൊണ്ടി മുതലൊക്കെ തന്നെ സൂക്ഷിക്കേണ്ടത്. അത് പിന്നീട് സാക്ഷി വിസ്താരം നടക്കുന്ന വേളയിൽ അത് കൃത്യമായിട്ട് ഹാജരാക്കുകയും വേണം. പക്ഷേ ഈ ഒരു കേസ് അട്ടിമറിക്കുക, അല്ലെങ്കിൽ അന്വേഷണത്തിന് ശേഷം ഈ വിസ്താരം നടക്കുന്ന വേളയിൽ കേസ് അട്ടിമറിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഈ തൊണ്ടി മുതൽ മാറ്റിയതാകാമെന്നുള്ള നിഗമനം എത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് ആഭ്യന്തര തലത്തിൽ നടത്തുന്ന അന്വേഷണത്തിലെ വ്യക്തമാകുകയുള്ളൂ. അന്വേഷണത്തിൽ ഈ തൊണ്ടി മുതൽ മനഃപൂർവ്വം മാറ്റിയതാണെങ്കിൽ പോലീസ് അന്വേഷണത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചേരും. ഈ കാരായി ചന്ദ്രശേഖരൻ, കാരായി രാജൻ എന്നിവരുൾപ്പെട്ട കേസാണ്. ഗൂഢാലോചനയിലടക്കം CBI കാരായി രാജന്റെയും അതോടൊപ്പം തന്നെ ചന്ദ്രശേഖരന്റെ പങ്ക് വ്യക്തമായിരുന്നു. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാരായി രാജന്റെ MLA സ്ഥാനത്തിന് തന്നെ കോട്ടം സംഭവിക്കും. MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. അത് നഷ്ടപ്പെടും, അയോഗ്യത കൽപ്പിക്കപ്പെടും. എന്തായാലും അതിനിടയിൽ തന്നെയാണ് കേസിലെ പ്രധാനപ്പെട്ട തൊണ്ടി മുതൽ കൂടി നഷ്ടപ്പെടുന്നത്. ഈ ഒരു സംഭവം, അതായത് 2006 ഒക്ടോബർ 22-നാണ് NDF പ്രവർത്തകനായ മുഹമ്മദ് ഫസൽ CPM-ന്റെ കൊടും ക്രിമിനൽ സംഘത്തിന്റെ കത്തിക്ക് ഇരയാകുന്നത്. ഫസലിന്റെ തന്നെ തൂവാല RSS പ്രവർത്തകരുടെ വീടിന് മുന്നിലിട്ട് കേസ് വഴിതിരിച്ചു വിടാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഈ ക്രിമിനൽ സംഘം നടത്തിയിരുന്നു. അത് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഫസലിന്റെ തൂവാല ഫസലിന്റെ തന്നെ വസ്ത്രത്തിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും ഈ രക്തം പുരണ്ട തൂവാല നഷ്ടപ്പെട്ട സംഭവത്തിൽ ആഭ്യന്തര തലത്തിൽ ഒരു അന്വേഷണം നടക്കും. നേരത്തെ അഭിമന്യു കേസിലടക്കം സുപ്രധാനമായിട്ടുള്ള രേഖകളും തെളിവുകളും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. പ്രോസിക്യൂഷൻ പറയുന്നത് ഈ കൃത്യമായിട്ട് ഫോറൻസിക് റിപ്പോർട്ടൊക്കെ തന്നെ ഇതിലുണ്ട്. എന്തായാലും തലശ്ശേരി ഫസൽ വധക്കേസിലെ തൊണ്ടി മുതൽ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ട സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം ഉണ്ടാകും. കൊച്ചി CBI കോടതി അന്വേഷണത്തിന് ശുപാർശ ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.